അത് വളരെ വ്യക്തമാണ്. കാരണം വോട്ട് ചെയ്യാൻ ഉള്ള ആളുകൾ ഇന്ന് കൂടുതൽ മറ്റൊരു സമൂഹമാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സീറ്റുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ മധ്യ തിരുവിതാംകൂറിലെ കുറേയേറെ സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേയേറെ സീറ്റുകളെ തന്നെ വേണ്ടാതെ വെച്ച് എണ്ണം കുറച്ചു. ആ മധ്യ തിരുവിതാംകൂറിലെ സീറ്റുകൾ കൂടിയത് വടക്ക മലബാറില. വടക്ക് മലബാറിൽ നിന്ന് വോട്ടുകളാണ് ഇന്ന് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കുന്നത് ഒരിക്കലും ഇന്നത്തെ രാഷ്ട്രീയം എന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജനക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതികളോ ജനക്ഷേമത്തിന് വേണ്ടി അല്ലല്ലോ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ആളുകളും നിലനിൽക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ വോട്ട് ബാങ്ക് ഇത്രയ്ക്ക് ഉള്ളൂ. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എടുത്തു നോക്കിയാൽ ക്രിസ്ത്യാനികളുടെ വോട്ട് വളരെ ചുരുക്കമാണ്. അപ്പൊ വോട്ട് ബാങ്ക് നോക്കി എല്ലാം ഭദ്രതയോടുകൂടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിക്ക് ഇവിടെ രാഷ്ട്രീയ നേതൃത്വം അത് ഇടതുകൊണ്ട് വലതുകൊണ്ട് മറ്റെല്ലാ സമുദായികം അല്ലെങ്കിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് വോട്ടാണ് ലക്ഷ്യം. വോട്ട് ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ ഇനി ക്രിസ്ത്യാനികൾ നേരെ തിരിച്ച് വോട്ടിംഗ് നിശ്ചയിക്കുന്ന രീതിയിലേക്കും അധികാരം നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ മാറിയാൻ. ആരെയും ജയിപ്പിക്കാൻ കഴിയത്തില്ലെങ്കിൽ പലരെയും തോൽപ്പിക്കാൻ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് കഴിയും. അങ്ങനെയൊന്നും മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. ഒരുപക്ഷെ ക്രിസ്ത്യാനികൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷെ മതന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം വിചാരിച്ചാൽ പലരെയും തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു നിലപാട് പരസ്യമായിട്ടൊന്ന് എടുത്തു നോക്കട്ടെ. കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു തീരുമാനം പറയുകയാണ്, ഞങ്ങൾക്ക് ഇന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വെല്ലുവിളികൾ, ഞങ്ങൾക്ക് അതിന് നീതി കിട്ടാത്തടത്തോളം കാലം ഞങ്ങൾ മറിച്ച് ചിന്തിക്കുമെന്ന് നമ്മുടെ ആത്മീയ നേതൃത്വമോ നമ്മുടെ സഭയുടെ സാമുദായിക സ്നേഹമുള്ള സംഘടനകളോ അത്തരത്തിലുള്ള വ്യക്തികളോ ഒന്ന് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അപ്പൊ കാര്യങ്ങൾ മാറും. നമ്മളെ ഇതുവരെ വോട്ട് ബാങ്കായിട്ടോ ചിത്രീകരിക്കപ്പെടാൻ അവർക്ക് മനസ്സില്ല. പക്ഷെ അവർക്ക് അധികാരം കിട്ടണമെങ്കിൽ അവരുടെ വോട്ടുകൾ വേണം. അപ്പൊ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ളവര് ഒരിക്കലും ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ട് മാത്രമല്ലല്ലോ ജയിക്കുന്നത്. ജയിച്ചു പോയി കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടുന്ന എന്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്.